സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, ഇതിൻ്റെ അനുപല്ലവി. അതിനിടയ്ക്ക് ഞാനൊന്ന് പറയുന്നത് വളരെ സന്തോഷവാനാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫോൺ വിളിയുണ്ട്, അതുപോലെ കമൻസും ഉണ്ട്. ഇത്രയും ക്ലാരിഫൈ ചെയ്ത് മാഷ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. ഒരുപാട് യൂട്യൂബ് ചാനൽ ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഇത്രയ്ക്കും ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങിച്ചില്ല, ഒരു വെള്ളം കുടിച്ചിട്ട് സംതൃപ്തി നേടുന്നത് പോലെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതങ്ങനെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നു, ഇനിയും ചെയ്തു തരും നിങ്ങൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? അത്രയ്ക്കും ഓരോരോ രാഗത്തിൽ എഴുതിച്ചേർന്ന ഗാനങ്ങളാണിത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് അത് തരും. അതിൻ്റെ കടമയാണത്. അത്രയ്ക്കും വലിയ വലിയ ആളുകളാണ് വിളിച്ച് പറയുന്നത്. ഇതിൽ ഒരുപാട് പയറ്റി തെളിഞ്ഞ ആളുകളൊക്കെയാണ് എന്നെ വിളിച്ച് മാഷെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് മാഷെ, എന്തായാലും എന്നെ പറയണ്ടേ, ഇത്രയ്ക്കൊക്കെ മാഷ് ഇത്രയും ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച്, അതായത് സാക്രിഫൈസ് ചെയ്തൊക്കെ മാഷ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത്രയും ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണിത്. ആൽബം ചെയ്യുന്ന ആളുകളൊക്കെ എത്രയോ ആളുകൾ, ഒരുപാട് ആളുകൾ. ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല, നിങ്ങൾക്ക് സഹായം ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ, അതുകൊണ്ട് അതൊന്നും പറയാത്തത്. ഇനി അത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ഓക്കെ, പാട്ട് തുടങ്ങാം. നമ്മൾ പനിപപ്പ മമ്മപ്പ പനിപപ്പ മമ്മപ്പ എന്നും വെയിൽ നാളം വന്ന് കണ്ണിൽ തൊട്ടാലും മാപ്പാനെ സപ മപ്പ മക. ശബ്ദത്തിൽ ചെറിയൊരു പിടുത്തുണ്ട്, കുഴപ്പമില്ല, പാടെന്നാലും. പനിപപ്പ മമ്മപ്പ പനിപപ്പ മമ്മപ്പ പനിപ്പ മമ്മപ്പ പനിപ്പ മമ്മപ്പ. ഓക്കെ, പനിപപ്പ മമ്മപ്പ പനിപപ്പ മമ്മപ്പ എന്നും വെയിൽ നാളം വന്ന് കണ്ണിൽ തൊട്ടാലും മാപ്പാനെ സപ മപ്പ മക മാപ്പാനെ സപ മപ്പ മക മപ്പ നീ സപ്പ മപ്പ മക. കണ്ണിൽ തൊട്ടാലും കണ്ണിൽ തൊട്ടാലും എന്നും വെയിൽ നാളം വന്ന് പനിപപ്പ മമ്മപ്പ പനിപപ്പ മമ്മപ്പ എന്നും വെയിൽ നാളം വന്ന് പനിപപ്പ മമ്മപ്പ പനിപപ്പ മമ്മപ്പ എന്നും വെയിൽ നാളം വന്ന് കണ്ണിൽ തൊട്ടാലും. ഹാർമോണിയം ടച്ച് കുടുങ്ങിപ്പോകും, എന്നാലും അത് ക്ലാരിഫൈ ചെയ്തരും. മാപ്പാനെ സപ മപ്പ മക മാപ്പാനെ സപ മപ്പ മക മാപ്പാനെ സപ മപ്പ മക. മനസ്സിലായോ? മപ്പാനി സപ മപ്പ മക മാപ്പാനെ സപ മപ്പ മക. കണ്ണിൽ തൊട്ടാലും കണ്ണിൽ തൊട്ടാലും എന്നെ കണി കണ്ടേ മഗഗരിരിക 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 എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ രിഗ രിഗ മാതാരിതപ രിഗ രിഗ മാതാരിതപ. ശബ്ദത്തിനൊരു പിടുത്തുള്ളത് കൊണ്ടാണ് അതൊരു ലയം കിട്ടുന്നില്ല അല്ലേ? അത്ര മതി, ശരിയായിട്ടുണ്ട് കേട്ടോ. എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ. മാക്സിമം ഞാൻ ശ്രമിക്കാം. എന്നെ മഗഗരിരിക മഗഗരിരിക രേഖ മാതാരിതപ എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ. ഒന്നുകൂടി. എന്നും വെയിൽ നാളം വന്ന് എന്നും വെയിൽ നാളം വന്ന് കണ്ണിൽ തൊട്ടാലും മാപ്പാനെ സപ മപ്പ മക. കണ്ണിൽ തൊട്ടാലും മാപ്പാനെ സപ മപ്പ മക കണ്ണിൽ തൊട്ടാലും. കറക്റ്റായില്ലേ? എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ മഗഗരിരിക മഗഗരിരിക രേഖ മാതാരിതപ രേഖ മാതാരിതപ
എന്നെ കണിക്കണ്ടേ മണിമുത്തേ മുത്തുണരൂ. ഓക്കെ. ഗമപനി നിസ നിസ തുമ്പ കൊണ്ട് തോണി. ഗമപനി നിസ നിസ ഗമപനി നിസ നിസ തുമ്പ കൊണ്ട് തോണി തുമ്പിക്കൊണ്ടൊരാന. അവിടെ നിസരിസ നിസ നിസാപ്പ നിസരിസ നിസ നിസാപ്പ തുമ്പ കൊണ്ട് തോണി തുമ്പിക്കൊണ്ടൊരാന. അവിടെ നിസരിസ നിസ നിസാപ്പ ഗമപനി നിസ നിസ തുമ്പ കൊണ്ട് തോണി ഗമപനി നിസ നിസ തുമ്പ കൊണ്ട് തോണി തുമ്പിക്കൊണ്ടൊരാന. നിസരിസ നിസ നിസാപ്പ നിസരിസ നിസ നിസാപ്പ നിസരിസ നിസ നിസാപ്പ തുമ്പിക്കൊണ്ടൊരാന. അടുത്തത് കണ്ണെഴുത്തിനെന്നും ഗമപനി നിസ നിസ. സെയിം സ്വരം. കണ്ണെഴുത്തിനെന്നും കാണ കണ്ണാടി റിനി പമ മപ മഗ റിനി പമ മപ മഗ. കണ്ണെഴുത്തിനെന്നും കാണ കണ്ണാടി റിനി പമ മപ മഗ. കണ്ണെഴുത്തിനെന്നും കാണ കണ്ണാടി. മനസ്സിലായോ? ഗമപനി നിസ നിസ റിനി പമ റിനി പമ ഗമപനി നിസ നിസ റിനി പമ മപ മഗ. കണ്ണെഴുത്തിനെന്നും കാണ കണ്ണാടി. ഇനി അടുത്തത് നിസസ നിസപ്പ വിളിച്ചുണർത്താൻ. നിസസ നിസപ്പ നിസസ നിസപ്പ നിസസ നിസപ്പ വിളിച്ചുണർത്താൻ വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു. പപ്പ പപ്പ പദ പപ്പ പപ്പ പധ. നിസസ നിസപ്പ വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു. നിസസ നിസ പപ്പ പപ്പ പദ വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു. തൈമണിക്കാറ്റ് ഗാഗ തൈമണി ഗാഗ തൈമണി. അതാണ് ഗാഗ. കാറ്റ് മാധ മാധ നിധപ മാധ പാധ നിധപ. ഓക്കെ. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു തൈമണിക്കാറ്റ് ഗാഗ മാധ മാധ നിധപ തൈമണിക്കാറ്റ് ഗാഗ മാധ മാധ നിധപ. കണ്ടോ? തൈമണിക്കാറ്റ്. സംസാരിക്കുമ്പോ വെള്ളി വീഴുന്നില്ലേ? ഓക്കെ. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു തൈമണിക്കാറ്റ്. ഓക്കെ. ഒറ്റ പ്രാവശ്യം കൂടി. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു തൈമണിക്കാറ്റ് ഗാഗ മാധ മാധ നിധപ ഗാഗ മാധ മാധ നിധപ ഗാഗ മാധ മാധ നിധപ. തൈമണിക്കാറ്റ്. പഞ്ചമത്തിൽ നിൽക്കണം. ഇടനെഞ്ചിലെ തൊട്ടിലെ ഗഗ മദ ദരിത പാപ്പ പപ്പ ഗഗ മദ ദരിത പാപ്പ പപ്പ ഗഗ മദ ധാനിത പാപ്പ പപ്പ. ഇടനെഞ്ചിലെ തൊട്ടിലെ
തൊട്ടിലിലെ ഗഗമദദനിദ പാപ്പ പപ്പ ഗഗമദദനിദ പാപ്പ പപ്പ ഗഗമദദനിദ പാപ്പ പപ്പ ഇടനെഞ്ചിലെ തൊട്ടിലിലെ ഇടനെഞ്ചിലെ തൊട്ടിലിലെ മനസ്സിലാവുന്നുണ്ടോ? ഗഗമദദനിദ പാപ്പ പപ്പ ഇടനെഞ്ചിലെ തൊട്ടിലിലെ താരാട്ടുപാട്ട് രിരി രിരി മഗ സാസ രിരി മഗ സാസ അത് ഗരി ഗരി മഗ സാസ ഗരി ഗരി എന്ന് കൊടുക്കാം. ഗരി ഗരി മഗ സാസ താരാട്ടുപാട്ട് താരാട്ടുപാട്ട് ഗരി ഗരി മഗ സാസ താരാട്ടുപാട്ട്. നല്ലോണം പഠിക്കുക. അധ്വാനം അതാണ് നമ്മളെ വിജയം. എന്തിനും അധ്വാനിക്കണം നമ്മൾ. ഈ അധ്വാനം മാത്രമേ കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുക. നിങ്ങളൊരു ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അധ്വാനിക്കല്ലേ? ആ അധ്വാനത്തിൽ കൂടിയല്ലേ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ആ ജോലി ചെയ്തില്ലേ പൈസ കിട്ടുമോ? അപ്പോൾ അധ്വാനിക്കും. കുടുംബം പോറ്റണ്ടേ? എല്ലാത്തിനും അങ്ങനെയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു മിനിറ്റ് പറഞ്ഞു ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തും നമുക്ക് അധ്വാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തിനും നമുക്ക് ഒരു ശരീരത്തിന് തന്നെ ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള അധ്വാനമുണ്ട്. അതായത് വരിക്ക് നിന്ന് മദ്യപിക്കാൻ പോകുന്ന ആളുകൾ, എന്തൊരു വിഷമം. മദ്യപിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, സ്മോക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കര നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. പാടുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ മദ്യപിക്കരുത്, സ്മോക്ക് തീരെ ചെയ്യരുത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്മോക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് ഒരു സിസർ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ശബ്ദം നല്ല ബാസായിട്ട് നിൽക്കും. എന്താണ് അതങ്ങനെ സൗണ്ട് ബോക്സിനെ മാക്സിമം നശിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് ഏത് ഈ സ്മോക്ക് ചെയ്യുന്നത്. എന്നാൽ അയാൾ മദ്യപിക്കുകയും ചെയ്യും. അതുപോലെ ഒരുപാട് ആളുകൾ ഈ എന്തൊക്കെയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നാവിൽ വെക്കുന്നതോ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇതൊക്കെ 100% പറയാൻ എനിക്ക് അർഹതയുണ്ട് നിങ്ങളോട്. ഇങ്ങനെയൊരു പരിപാടി എനിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ തന്നെ എങ്ങനെയോ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ദൈവം എനിക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവരും പലരും എൻ്റെ ശിഷ്യന്മാരായാലും എല്ലാവരും എനിക്ക് ഏത് തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവരാ. അപ്പം ഞാനൊരു ചീത്ത രീതിയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഒരിക്കലും ചീത്ത നടപടി പാടില്ല. അതായത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് രാവിലെ കുറച്ച് ഒന്ന് ചെറുങ്ങനെ ഓടാനുള്ള ഒരു സൗകര്യം നമ്മൾ ജീവിതത്തിൽ വീട്ടിൽ ഉണ്ടാക്കണം. കുറച്ചൊന്ന് ഓടുക. അത് എങ്ങനെയെങ്കിലും പറ്റും, എന്നാലുള്ള ശരീരം നിലനിൽക്കണമെങ്കിൽ ഓടണം. എന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യുക. കുറച്ച് നമ്മൾ സൗണ്ടൊക്കെ നേരാവാനുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യുക. ഇതൊക്കെ എനിക്ക് അറിയുന്ന യോഗ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത ഒരാളായിരുന്നു ഞാൻ. ഇതൊന്നും ഇല്ല, പക്ഷെ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങളോട്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ഓടുക, കുറച്ച് യോഗ ചെയ്യുക, കുറച്ച് ബ്രീത്ത് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? ശരീരമൊക്കെ ഒന്ന് ഫ്ലെക്സിബിലിറ്റി കിട്ടി, നമുക്ക് ബ്രീത്തിങ് ഒക്കെ ഒന്ന് നേരെ ഒക്കെ റെഡിയാ. ഒന്ന് പേടിക്കാനൊന്നുമില്ല, അടിപൊളിയാ. അപ്പം പാട്ടൊക്കെ ഒന്ന് നേരെ കിട്ടും, സൗണ്ട് ബോക്സ് ഒക്കെ ഒന്ന് നേരെയായി. അതിനുള്ള കപാലഭാതി ചെയ്യണം. കപാലഭാതി ചെയ്യുമ്പോൾ പ്രഷർ കൂടുതലുള്ളവർ, ഏകദേശം ഒരു 60 വയസ്സിന് മേലോട്ട് കുറവുള്ള 60 വയസ്സൊക്കെ ഉള്ളവരൊക്കെ 140-85 ആണെങ്കിൽ അത്യാവശ്യം ഒരു കപാലഭാതി ചെറുങ്ങനെ ശക്തി ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ഗുരുനാഥന്മാരുണ്ടാവുമല്ലോ, ഡോക്ടേഴ്സൊക്കെ, അവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ അവരൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ചെയ്തിരിക്കണം കപാലഭാതി, എന്നാലേ ഉള്ളൂ കഫം ഇല്ലാതെയാകുക. പിന്നെ അതുപോലെ നമ്മൾ ഈ എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ഇല്ലാതെയാവും, നീർക്കെട്ടുകൾ ഇല്ലാതെയാവും, പേശികളും സന്തുക്കളും ഞരമ്പുകളൊക്കെ ക്ലിയർ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല നടപടിയും വേണം. എല്ലാ കാര്യം ചെയ്തിട്ട് മദ്യപിക്കുകയും സ്മോക്ക് ചെയ്യുകയും ലഹരി പദാർത്ഥത്തിലൂടെ പോകുകയാണ്, പിന്നെ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല, വെറുതെയാണ്. ആ ജീവിതം വെറുതെ 0 ആണ്. അപ്പം നമ്മളെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ അധ്വാനിക്കും, ഒരുപാട് അധ്വാനിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷേ ധർമ്മം ചെയ്യുന്നവർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രതിഫലം ആഗ്രഹിക്കരുതെന്ന് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ഒരു സത്യം ഈ ഭൂമിയിലുണ്ട്, ആ സത്യത്തിൽ ലയിക്കും, അത് തീരുമാനിക്കും എല്ലാ കാര്യവും. ഓക്കെ, ഒരുപാട് സംസാരിച്ചു. ഓക്കെ.